ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഉയർന്ന ഓയിൽ പ്രൈസുകൾ കാരണം പ്രത്യേകിച്ച് ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $90 അരികെ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ US മാർക്കറ്റുകൾ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇറാനിയൻ നഗരങ്ങളിൽ US ആക്രമണം കനക്കുകയാണ്. ഗൾഫിലെ US കേന്ദ്രങ്ങളിൽ തിരിച്ചടിച്ച് ഇറാനും അവരുടെ പ്രതികരണം അറിയിക്കുന്നു. യുദ്ധം 9ാമത്തെ ദിവസവും പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. US മാർക്കറ്റുകളിലേക്ക് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കുറയുമെന്ന പ്രതീക്ഷയും ഈ ആഴ്ച പുറത്തു വരാനിരിക്കുന്ന പ്രമുഖ ടെക് കമ്പനികളുടെ ത്രൈമാസ ഫലങ്ങളും ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡൗ ജോൺസ് ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, 0.59%. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കും S&P 500ഉം ചെറിയ നഷ്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ആഴ്ച നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് സെമി കണ്ടക്ടർ ഇൻഡെക്സ് സ്റ്റോക്കുകളായിരുന്നു. ഇനി യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയവ് വരുന്നു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. റോയിറ്റേഴ്സിനോട് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മധ്യസ്ഥ രാജ്യങ്ങൾ ഇറാന് യുദ്ധം ശമിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് എന്നാണ്. ഇനി ഇന്നലെ താരിഫുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായത്. അമേരിക്കൻ കാറുകൾ, മദ്യം, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയോട് കാനഡ കാണിക്കുന്ന വിവേചനപരമായ സമീപനത്തിന് മറുപടിയായി കാനഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതായി വൈറ്റ് ഹൗസ് അറിയിക്കുകയുണ്ടായി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്ക് 10% മുകളിലാണ് ഇന്നലെ ഇടിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ തന്നെ 5% ഇടിവ് HDFC ബാങ്ക് ഉണ്ടാക്കിയിരുന്നു. ഇനി ICICI ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. IT സെക്ടറിൽ ഇൻഫോസിസ് 1.5% ഇടിവും വിപ്രോ 0.54% ഇടിവുമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.6% ഇടിഞ്ഞു. ഇന്നലെയാണ് അൾട്രാടെക്കിൻ്റെ റിസൾട്ട് പുറത്തു വന്നത്. നെറ്റ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. ഇനി ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ഇന്നലെ വലിയ ഇടിവിലേക്ക് പോയ ജപ്പാൻ മാർക്കറ്റ് നിക്കിയും കോസ്പി മാർക്കറ്റും ഇന്ന് നേട്ടത്തിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 2.25% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 110 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് സാധ്യത കാണുന്നത്. ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു കാര്യം അൾട്രാടെക്കിൻ്റെ റിസൾട്ടാണ്. അൾട്രാടെക് മികച്ച പ്രകടനമാണ് 1ാം പാദത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 17% വർദ്ധിച്ച് 2,599 കോടി രൂപയായി. ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയിട്ട് പുറത്തു വന്നിരുന്നത് 2,490 കോടി രൂപയായിരുന്നു. അതിനേക്കാൾ ഉയർന്ന ഒരു നെറ്റ് പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തായി വരുമാനം, റവന്യൂ ഏകദേശം 16% വർദ്ധിച്ച് 24,648 കോടി രൂപയിലെത്തി. ബ്ലൂംബർഗ് പ്രവചിച്ചിരുന്നത് 24,201 കോടി രൂപയായിരുന്നു. അതായത് റവന്യൂയും എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എബിറ്റഡ 14% വർദ്ധിച്ച് 5,015 കോടി രൂപയായി. പ്രവചനമുണ്ടായിരുന്നത് 4,917 കോടി രൂപയിലുമായിരുന്നു. ഊർജ്ജ ഇന്ധന ഗതാഗത ചെലവുകളിൽ 12% വർധനമുണ്ടായിട്ടും മുൻവർഷത്തെ 20.7% നിന്നും വലിയ മാറ്റമില്ലാതെ ഓപ്പറേറ്റിംഗ് മാർജിൻ 20.3% നിലനിർത്താൻ കമ്പനിക്ക് കഴിഞ്ഞത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി പ്രവർത്തനത്തിലും ഒരു മികവ് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സെയിൽസ് വോളിയം, ആഭ്യന്തര വിൽപ്പന 13.1% വർധനം ഉണ്ടായിട്ടുണ്ട്. 39.2 ദശലക്ഷം ടണ്ണിലെത്തി നിൽക്കുന്നു. കൂടാതെ ഫ്യൂച്ചർ ഔട്ട്ലുക്കിനെ കുറിച്ച് പറയുന്നത് ഇരട്ടക്ക വളർച്ചയോടെയാണ് ഈ സാമ്പത്തിക വർഷം തുടങ്ങിയതെങ്കിലും മഴക്കാലം ആരംഭിച്ചതിനാൽ വരാനിരിക്കുന്ന സെപ്റ്റംബർ പാദത്തിൽ സിമന്റിൻ്റെ ആവശ്യകതയിലും വിൽപ്പനയിലും ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട് എന്ന് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അതുൽ ദാഗ നിക്ഷേപകരോട് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് കമ്പനിയുടെ റിസൾട്ടുകളെല്ലാം ഈ ക്വാർട്ടറിൽ മികച്ചത് തന്നെയായിരുന്നു. ഔട്ട്ലുക്ക് മാത്രമാണ് കുറച്ചൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്. ഏതായാലും നല്ലൊരു പെർഫോമൻസ് തന്നെയായിരിക്കും അൾട്രാടെക്കിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻറ്റേർണൽ ട്രേഡിൻ്റെ DPIIT പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന വ്യവസായ മേഖലകളുടെ ഉൽപ്പാദനം ജൂൺ മാസത്തിൽ 5% വളർച്ച കൈവരിച്ചു. സൂചികളിൽ 4.9% വെയിറ്റേജുള്ള അയേൺ ഓർ ഉൽപ്പാദനം ജൂണിൽ 43.9% എന്ന വൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെയ് മാസത്തിൽ അത് വെറും 19% 2025 ജൂൺ മാസത്തിൽ അയേൺ ഓർ ഉൽപ്പാദനം 16.4% ഇനി സിമൻറ്റിൻ്റെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 9.8% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 5 മാസത്തെ ഉയർന്ന നിരക്കാണ്.
വൈദ്യുതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂചികകളിൽ ഏറ്റവും ഉയർന്ന വെയിറ്റേജുള്ള വൈദ്യുതി 9.8% വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൽക്കരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയ് മാസത്തിൽ ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. 9.5% ഇടിവ് വന്നിരിക്കുന്നു. ഏതായാലും ജൂൺ മാസത്തിൽ കോർ സെക്ടർ വളർച്ച നല്ല നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നിഫ്റ്റി മെറ്റൽസ് ആണ്. മികച്ച ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി മെറ്റൽസ് ഇത്തവണ കോർ സെക്ടർ വളർച്ചയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ NMDC പോലുള്ള കമ്പനികളും ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയ കമ്പനികളും ഫോക്കസിൽ ഉണ്ടായിരിക്കും. സിമൻറ്റ് സെക്ടറിലുള്ള കമ്പനികൾ നല്ല നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൾട്രാടെക്, അംബുജ സിമൻറ്റ്, ACC തുടങ്ങിയ കമ്പനികളൊക്കെ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൽക്കരി, കോൾ സെക്ടറിലുള്ള കമ്പനികൾക്ക്, പ്രത്യേകിച്ച് കോൾ ഇന്ത്യക്കൊക്കെ നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയുമാണിത്. ഈ കമ്പനികളുടെ പേരൊന്നും സെക്ടറുകളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്ന് പ്രധാനപ്പെട്ട ചില റിസൾട്ടുകൾ വരുന്ന ഒരു ദിവസമാണ്. ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ്, ബന്ധൻ ബാങ്ക്, അദാനി എനർജി, അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് പുറത്തു വരുന്നു. കൂടാതെ ഇന്ന് SBI ഫണ്ട്സ് IPO ഇന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA യോഗത്തിൽ അധ്യക്ഷനാകും. ഗ്ലോബൽ ഇവൻസിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ലബനീസ് പ്രസിഡന്റുമായുള്ള ഒരു കൂടിക്കാഴ്ച ഇന്ന് വളരെ നിർണായകമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില ഇവൻസ് ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, Q1 റിസൾട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ ധാരാളം കമ്പനികളുടെ Q1 റിസൾട്ടുകൾക്ക് ശേഷം മികച്ച റാലികളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ Q1 റിസൾട്ടുകൾ ഒന്ന് അനലൈസ് ചെയ്യാനും മികച്ച സ്വിംഗ് സ്റ്റോക്കുകളും കണ്ടെത്താനുമുള്ള ഒരു ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ഫ്രീ ക്ലാസ്സാണ്, എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ കമൻറ്റ് ബോക്സിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. കഴിയുന്ന എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് രാത്രിയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഫ്രീ ക്ലാസ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യുക. ഇന്ന് പ്രധാനപ്പെട്ടതായി റിസൾട്ട് വരുന്ന ചില കമ്പനികൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഹെൽത്ത് കെയർ ആണെന്ന്. അതിൽ പ്രോഫിറ്റിൽ 14.1% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 13.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും നല്ല വർധനവ് തന്നെയാണ്. 11.3% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 165.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത ഒരു കമ്പനി SML മഹീന്ദ്ര എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 63.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.2% വർധനവ് വന്നു. 957.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ശോഭ ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. പ്രോഫിറ്റിൽ 4 മടങ്ങിൻ്റെ വർധനവാണ് ഈ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വാർട്ടർ ഫസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 50.8 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 50% വർധനവ് 1278.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് മറ്റൊരു കമ്പനി കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. പ്രോഫിറ്റിൽ 20.2% വർധനവ് വന്നു. 28.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് പ്രീമിയം ഇൻകത്തിൽ 23.8% വർധനവും വന്നിരിക്കുന്നു. മറ്റൊരു സ്റ്റോക്ക് റാലീസ് ഇന്ത്യയാണ്. പ്രോഫിറ്റിൽ 31.6% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 125 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.8% വർധനവ് വന്നു. 1022 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന സ്റ്റോക്കാണ്. പ്രോഫിറ്റിൽ 6.96% പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 6.96 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 34.5 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 49.6% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 736.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.